ചില ദിവസം കഴിഞ്ഞ ശേഷം യേശു തമ്പുരാൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ ഭവനത്തിലുണ്ടെന്നറിഞ്ഞ് വാതിൽക്കൽ പോലും നിൽക്കുവാൻ സ്ഥലമില്ലാത്ത വിധം അവിടെ വളരെ പേർ വന്നുകൂടി. അവൻ അവരോട് വചനം സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് 4 പേർ അവിടെ വന്നു. ജനക്കൂട്ട നിമിത്തം അവർക്ക് യേശു തമ്പുരാനെ സമീപിക്കുവാൻ പോലും കഴിഞ്ഞില്ല. അതിനാൽ അവർ യേശു ഇരുന്നിരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂരയിൽ കയറി അത് പൊളിച്ച് ആ തളർവാദ രോഗിയെ കിടക്കയോടുകൂടെ താഴേക്ക് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു തമ്പുരാൻ ആ തളർവാദ രോഗിയോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ വേദപണ്ഡിതരിലും പരീശരിലും ചിലർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവൻ ദൈവദൂഷണം പറയുന്നതെന്ത്? ഏകദൈവത്തിനല്ലാതെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ആർക്ക് കഴിയും എന്ന് അവർ ചിന്തിച്ചു. എന്നാൽ അവരുടെ ചിന്ത അറിഞ്ഞിട്ട് യേശു തമ്പുരാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ത്? തളർവാദ രോഗിയോട് എൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്നതോ ഏതാണ് എളുപ്പം? അനന്തരം ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങൾ ക്ഷമിക്കുവാൻ അധികാരമുണ്ടെന്ന് അവർ അറിയുവാൻ അവൻ ആ തളർവാദ രോഗിയോട്, കിടക്കയെടുത്തുകൊണ്ട് ഭവനത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുകയെ പുറപ്പെട്ടു. അതിനാൽ എല്ലാവരും വിസ്മയിച്ച്, ഞങ്ങൾ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.